ഹായ്, ഇന്ന് നമ്മുടെ ഓർഡറിൻ്റെ ഒരു വെരി സ്പെഷ്യൽ ഓർഡറിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോട്ടോക്രോമിക് ഡേ ആൻഡ് നൈറ്റ് ലെൻസസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഇരിക്കുന്നത് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. ഇതിൻ്റെ കസ്റ്റമർ ഒരു കുട്ടിയാണ്, ഒരു കുഞ്ഞ് ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓർഡർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് സൈസ് എന്ന ജർമ്മൻ മെയ്ഡ് ലെൻസാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ ഫോട്ടോക്രോമിക് ഡേ ആൻഡ് നൈറ്റ് ലെൻസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ പറയുമ്പോൾ ഇതിൻ്റെ ഫ്രെയിംസ് ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി കസ്റ്റമർ ആണെന്ന്. ആ കസ്റ്റമറിന് വേണ്ടി നമ്മുടെ ഫ്ലെക്സി ഫ്രെയിംസിൽ വരുന്ന കാണാവോ, ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പല പാരൻസിൻ്റെയും ഒരു കൺസേൺ ആണ്. അയ്യോ, ഇത് നാളെ ആകുമ്പം ലെഗൊക്കെ ഒടിച്ചൊന്ന് കൊണ്ടുവരും, 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ എന്നൊക്കെ. അങ്ങനെയുള്ള പാരൻസിൻ്റെ കൺസേൺസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെഗാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫെസിലിറ്റി അത് മാത്രമല്ല, ഇത് കണ്ടോ അറ്റാച്ച്മെൻറ്റ്. ഇത് നമ്മുടെ ചില പാരൻസ് ഒക്കെ ഇതുപോലെ കുട്ടി കസ്റ്റമറിൻ്റെ പാരൻസിൻ്റെ കൺസേൺ ആണ്, ഇത് കളഞ്ഞു പോകും, എത്ര ദിവസത്തേക്കാണാവോ, കുട്ടി മറന്നു പോകും, കളഞ്ഞു പോകും. അങ്ങനെയുള്ളവർക്ക് കണ്ടോ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമുക്ക് കണ്ണിൽ വയ്ക്കുമ്പോഴും ഇതിങ്ങനെ തലയുടെ പുറകിൽ ഫിറ്റായിരിക്കും. ഊരി ഇടുവാണെങ്കിൽ അത് കഴുത്തി കിടന്നോളും. കുട്ടി ഇപ്പം ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ചില കുട്ടികൾ ഊരി വെക്കാറുണ്ട്. ഗ്ലാസ് എപ്പോഴും വെക്കുമ്പോൾ സ്വെറ്റായിട്ടൊക്കെ തോന്നുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ ഊരി വെക്കാറുണ്ട്. ആ സമയത്ത് ഇതിങ്ങനെ ഊരി നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇടുകയും ചെയ്യാം, അതിലും പ്രോബ്ലം ഇല്ല. അപ്പം അതാണ് ഈ പറഞ്ഞ ഫ്രെയിമിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ലെൻസിൻ്റെ ഞാൻ പറഞ്ഞു ഡേ ആൻഡ് നൈറ്റ് ആണ്. അപ്പം എന്തായിരിക്കും, നമ്മൾ UVയുടെ അണ്ടറിൽ പോകുമ്പോൾ ഇത് സൺഗ്ലാസ് ആവണം. എന്നാൽ അതൊന്ന് കണ്ടാലോ. വേണ്ട, ഇപ്പൊ നമുക്കിതൊരു സൺഗ്ലാസ് ആയി മാറിക്കഴിഞ്ഞു. നമുക്ക് അകത്ത് കൊണ്ടുപോകാം. എത്ര സമയം കൊണ്ട് നമുക്കിത് നോർമലായിട്ട് എത്ര പെട്ടെന്ന് ഇത് വളരെ സാധാരണ ഒരു പവർ ഗ്ലാസ് ആയി മാറുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് സൺഗ്ലാസ് ആയിട്ട് ഇരിക്കുവാണ്. ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ബ്ലൂ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളാണല്ലോ എല്ലാവരും സ്ക്രീനിൽ, എല്ലാതരം ഡിജിറ്റൽ ഡിവൈസസിലും അവരുടെ കണ്ണാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത്. അതുകൊണ്ട് എല്ലാ പാരൻസും ഇപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലൂ പ്രൊട്ടക്ഷൻ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, പവർ ഗ്ലാസ് ആയി കഴിഞ്ഞു. ഫാസ്റ്റായിട്ട് സൺഗ്ലാസും പവർ ഗ്ലാസും ട്രാൻസിഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്.